എല്ലാവർക്കും നമസ്കാരം. മനുഷ്യൻ പകർത്തിയ ദശലക്ഷക്കണക്കിന് ചിത്രങ്ങളിൽ ചിലത് വെറും ചിത്രങ്ങളല്ല, മറിച്ച് വരുവാനിരിക്കുന്ന ദുരന്തത്തിന്റെ പ്രവചനങ്ങളോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ ഭയാനകമായിട്ടുള്ള സത്യങ്ങളുടെ തെളിവുകളോ ആണ്. നമ്മൾ അതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ ചിത്രങ്ങൾ നമ്മോട് സംസാരിക്കും. അതിന് പിന്നിലെ നിശബ്ദതയിൽ അലറിക്കരയുന്ന ആത്മാക്കളുടെ ശബ്ദമുണ്ടാവും. പ്രകൃതിയുടെ നിഗൂഢമായിട്ടുള്ള നിയമങ്ങളും മനുഷ്യ മനസ്സിന്റെ അന്ധകാരവും ആത്മീയതയുടെ പേരിൽ നടക്കുന്ന വിഭ്രാന്തികളും ചേർന്ന 3 യഥാർത്ഥ സംഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണിത്. ഓരോ കഥയും അവസാനിക്കുമ്പോൾ അന്ന് ആ ക്യാമറ കണ്ണുകൾ പകർത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം അവശേഷിപ്പിക്കും. ഇന്ന് ഞാൻ 3 കഥകളാണ് നിങ്ങളോട് പറയുന്നത്. ഓരോ കഥയ്ക്കും ആ കഥയുമായി ബന്ധമുള്ള വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഫോട്ടോയുമുണ്ട്. ഓരോ കഥയുടെയും അവസാനം ഞാൻ ആ ഫോട്ടോ നിങ്ങളെ കാണിക്കും. കഥയിലേക്ക് പോവാം. സ്റ്റോറി നമ്പർ 1, ചുവന്ന ഉടുപ്പിട്ട പെൺകുട്ടി. 1990 ഒക്ടോബർ 21 രാവിലെ ലീ ഹോൺഷോ എന്ന 30 വയസ്സുകാരനും അദ്ദേഹത്തിൻ്റെ 3 സുഹൃത്തുക്കളും വടക്കൻ തായ്വാനിലെ ബെയ്ലു പർവ്വതത്തിലേക്ക് മല കയറുകയായിരുന്നു. ഈ സമയമായപ്പോഴേക്കും ആ സംഘം മണിക്കൂറുകളോളം നടന്നിരുന്നു. അതിനാൽ തന്നെ അവർ ക്ഷീണിതരുമായിരുന്നു. ലീയുടെ കാലുകൾ ആകെ വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ലീയും മറ്റുള്ളവരും ആ പാറക്കെട്ടിന്റെ മുകളിൽ എത്തും വരെ മുൻപോട്ട് പോയി. അവർ അവിടെ ഒന്ന് നിന്നു. ഒരു നിമിഷം ശ്വാസം വീണ്ടെടുത്തു. ലീ ഒരു ബാങ്ക് മാനേജരായിരുന്നു. എന്നാൽ അദ്ദേഹം യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയായിരുന്നു. ബെയ്ലു പർവ്വതത്തിലേക്കുള്ള ഈ ഹൈക്കിംഗ് നടത്തുവാനായിട്ട് അദ്ദേഹം കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു. കാരണം തായ്വാനിലെ ഹൈക്കർമാർ ഇതൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ട് കണക്കാക്കിയിരുന്നു. ഈ പർവ്വതത്തിന്റെ മുകളിൽ എത്തുവാനും അതുപോലെ തിരികെ താഴേക്ക് ഇറങ്ങുവാനും ശരാശരി 8 മണിക്കൂറോളം സമയമെടുക്കും. കൂടാതെ അവിടുത്തെ ഭൂപ്രകൃതി വളരെ കടുപ്പമേറിയതാണ്. തൽഫലമായിട്ട് തായ്വാനിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഹൈക്കിങ്ങുകളിൽ ഒന്നായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിരുന്നു. ഇവിടെ ഹൈക്കിംഗ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം ആളുകളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കും. എന്നാൽ ഈ പ്രത്യേക ദിവസം എന്തുകൊണ്ടോ അവർ ഈ വഴിയിൽ മറ്റാരെയും കണ്ടില്ല. ഒരു മനുഷ്യനും അവിടെ എങ്ങുമില്ല. കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. അതൊരു വാരാന്ത്യവുമായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും അവിടെയൊക്കെ കാണേണ്ടതാണ്. എന്നാൽ അന്നേ ദിവസം ആ പർവ്വതത്തിൽ അവർ മാത്രമേ ഉള്ളൂ. ലീയും സുഹൃത്തുക്കളും ആ പാറക്കെട്ടിൽ നിന്നുകൊണ്ട് ശക്തിയായിട്ട് ശ്വാസം വലിച്ചെടുത്തു. അവർ കുറച്ച് വെള്ളം കുടിച്ചു, അല്പം ലഘുഭക്ഷണവും കഴിച്ചു. പിന്നീട് അവർ മുൻപോട്ട് പോയി. കാരണം അവർ ഇനിയും മലയുടെ ഉച്ചിയിൽ എത്തിയിട്ടില്ല. അവരിപ്പോൾ നിൽക്കുന്നത് മനോഹരമായൊരു ലുക്കൗട്ട് പോയിന്റിലാണ്. അവർക്ക് മലമുകളിൽ എത്തുവാനായിട്ട് കുറച്ചുകൂടി കുത്തനെയുള്ള കയറ്റം ബാക്കിയുണ്ട്. അവർ വളരെ ആവേശത്തോടെ മുകളിലേക്ക് യാത്ര തുടർന്നു. ഒടുവിൽ അവർ വിനോദസഞ്ചാരികൾക്കിടയിൽ പ്രശസ്തമായ പേരുകേട്ട പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് എത്തി. അതാകട്ടെ കുത്തനെയുള്ളൊരു ഭാഗമായിരുന്നു. അവിടെ നിന്നും മുകളിലേക്ക് കയറുവാനുള്ള ഒരേ ഒരു മാർഗം ഒരു കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറുക എന്നത് മാത്രമാണ്. ആ പർവ്വതത്തിൽ ആ മലയുടെ ഉച്ചിയിൽ നിന്നും താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ഒരു കയറുമുണ്ട്. ഹൈക്കർമാർ ആ കയറിൽ പിടിച്ച് സ്വയം വലിഞ്ഞു കയറണം. ഇത് വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. ഇത് ചെയ്യുക വഴി മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ സ്വയം കരുത്തരാണെന്ന് തെളിയും. മാത്രവുമല്ല, നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ വലിഞ്ഞു കയറുവാനായിട്ടും കഴിയൂ. അതുകൊണ്ട് അവർ ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഈ ദുർഘടമായിട്ടുള്ള സ്ഥലത്ത് തങ്ങൾ എത്തിയെന്നും അതും താണ്ടി തങ്ങൾ കടന്നുപോയി എന്നതിൻ്റെയും ഒരു ചിത്രം എടുക്കുവാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറിൽ പിടിച്ച് കയറുകയും ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയ ശേഷം തിരിഞ്ഞു നോക്കി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദുർഘടമായിട്ടുള്ള ആ കയറ്റം വളരെ ആയാസരഹിതമായിട്ടാണ് തങ്ങൾ കയറുന്നത് എന്ന് കാണിക്കുവാനായിട്ട് എല്ലാവരും കഷ്ടപ്പെട്ട മുഖഭാവം വരുത്തുവാനായിട്ട് ശ്രമിച്ചു. ഒരു കൂൾ ചിത്രമായിരുന്നു എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ബാക്കി ദൂരം കൂടി കയറി. എന്നിട്ട് പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തി. പർവ്വതത്തിന്റെ ഉച്ചിയിൽ എത്തിയ ശേഷം ആ സുഹൃത്തുക്കൾ അവിടെ അധിക സമയം ചെലവഴിച്ചില്ല. ഓർക്കുക, ഈ മുഴുവൻ യാത്രയും പൂർത്തിയാക്കുവാനായിട്ട് ഏകദേശം 8 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഇരുട്ട് വീഴും മുൻപ് തിരിച്ചിറങ്ങണം. അതിനു വേണ്ടിയിട്ട് അവർ തിടുക്കം കൂട്ടി. അവിടെ വെച്ച് കുറച്ചുകൂടി ചിത്രങ്ങൾ എടുക്കുവാനും അവിടെ എങ്ങും ആരുമില്ല എന്ന വസ്തുത വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുവാനും മാത്രമാണ് അവർ അല്പസമയം ചെലവഴിച്ചത്. അക്ഷരാർത്ഥത്തിൽ അവിടെ എവിടെ നോക്കിയാലും അവരെ കൂടാതെ മറ്റാരുമില്ല. ഇത് വളരെ അതിശയകരമായിട്ട് തോന്നി. ഇത്രയും മനോഹരവും പ്രശസ്തവുമായൊരു സ്ഥലത്ത് എന്തുകൊണ്ട് ഈ വാരാന്ത്യം ചെലവഴിക്കുവാനായിട്ട് ആരും വന്നില്ല? എങ്കിലും അതൊന്നും അവർ കാര്യമാക്കിയില്ല. അവർക്ക് വേണ്ടത്ര ചിത്രങ്ങൾ ലഭിച്ചു. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. കുറച്ച് വെള്ളവും സ്നാക്സും കഴിച്ച ശേഷം അവർ തിരിച്ച് മല ഇറങ്ങുവാൻ തുടങ്ങി. മുകളിലേക്ക് വരുമ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ആരും പിരിഞ്ഞു പോരുന്നില്ല. അതുപോലെ തന്നെയാണ് മടക്കയാത്രയും തുടങ്ങിയത്. എന്നാൽ ഈ മടക്കയാത്രയിൽ അവർ തമ്മിൽ അകന്നുപോയി. കാരണം ലീ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ പിന്നിലായി പോയിരുന്നു. ഇങ്ങോട്ടുള്ള കയറ്റം തന്നെ അവനെ വല്ലാതെ ക്ഷീണിതനാക്കിയിരുന്നു. അതുകൊണ്ട് അയാൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു: ഹേയ്, നിങ്ങൾ മുൻപോട്ട് പോയിക്കോളൂ, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല.
നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്ന് എനിക്കറിയാം. കാറിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് കാണാം. അതുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു. ലീയുടെ കൂട്ടുകാർ അതനുസരിച്ചു. അവർ മുൻപോട്ട് നടക്കുകയും ലീയേക്കാളും കുറച്ചു ദൂരം മുൻപിൽ എത്തുകയും ചെയ്തു. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷവും ചിതറിയ ഈ ഗ്രൂപ്പ് ആയാസപ്പെട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. ലീയെ പിന്നിലാക്കി മുൻപിൽ പോയ സുഹൃത്തുക്കൾ ഒരു ഘട്ടത്തിൽ നിന്നു. തങ്ങൾ വളരെ വേഗത്തിലാണ് മല ഇറങ്ങുന്നതെന്ന് അവർക്ക് തോന്നി. മുകളിൽ വെച്ച് ലീ വളരെ ക്ഷീണിതനായിരുന്നുവെന്ന് അവർ ഓർത്തു. നമുക്കിവിടെ ഇരിക്കാം, എന്നിട്ട് ലീ എത്തും വരെ കാത്തിരിക്കാം, അവസാന ദൂരം എന്നിട്ട് ഒരുമിച്ച് നടക്കാം. അങ്ങനെ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി സുഹൃത്തുക്കൾ അവിടെ തന്നെ നിന്നു. തങ്ങൾക്ക് ചുറ്റും മറ്റാരുമില്ല എന്ന വസ്തുത എത്ര വിചിത്രമാണെന്ന് അവർ വീണ്ടും വീണ്ടും ഓർത്തു. ആരും മല കയറുന്നില്ല, ആരും ഇറങ്ങുന്നുമില്ല. അവർ മാത്രമാണ് ഇപ്പോഴും ആ പ്രദേശത്തുള്ളത്. അവരവിടെ കാത്തിരുന്നു. ലീ എപ്പോൾ വേണമെങ്കിലും വരുമെന്ന് കരുതി പാതയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്. പക്ഷെ അവൻ വന്നില്ല. ഒടുവിൽ സുഹൃത്തുക്കളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ കുറച്ചു ദൂരം മുകളിലേക്ക് തിരിച്ചു കയറി നോക്കാം. ലീയെ കണ്ടാൽ ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരാം. അവൻ വളരെ ക്ഷീണിതനായിരിക്കും. ഈ യാത്ര പൂർത്തിയാക്കുവാനായിട്ട് ഞാൻ അവനെ സഹായിക്കാം. അങ്ങനെ രക്ഷാദൗത്യത്തിന് തയ്യാറായ ആ സുഹൃത്ത് തിരികെ മല കയറുവാൻ തുടങ്ങി. കുറേ നേരം അവൻ മുകളിലേക്ക് നടന്നു. ലീയെ ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. കാരണം കണ്ടുമുട്ടാതിരിക്കുവാനായിട്ട് വേറെ വഴിയില്ല. താഴേക്ക് വരുമ്പോൾ വഴി തെറ്റുവാനായിട്ട് സാധ്യതയുള്ള ചില ചെറിയ വഴികൾ ഈ മലയിലുണ്ട്. അതൊക്കെ ശരിയാണ്. എങ്കിലും ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാന പാത ഒന്നു മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ അറിയുകയും ചെയ്യാം. അയാൾ കുറേ ദൂരം മുകളിലേക്ക് കയറി. ഏകദേശം 1 മണിക്കൂറോളം നടന്നു. എന്നിട്ടും ലീയെ മാത്രം ഈ കൂട്ടുകാരൻ കണ്ടില്ല. ആ സമയത്ത് അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഇത് തുടരുവാനായിട്ട് തനിക്ക് കഴിയില്ല. കാരണം നേരം ഇരുട്ടാകുന്നു. എനിക്ക് തിരിച്ചു പോയിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ കാറിൻ്റെ അടുത്തേക്ക് പോകണം. ഒരു പക്ഷേ ഈ സമയത്തിനുള്ളിൽ ലീ വഴി മാറിപ്പോയിട്ടുണ്ടാവും. അവൻ ആ ചെറിയ കുറുക്കു വഴികളിൽ ഒരെണ്ണം തിരഞ്ഞെടുത്ത് അതിലൂടെ പോയിട്ടുണ്ടാവും. അവനിപ്പോൾ എനിക്ക് മുൻപിലായിരിക്കാം. ഒരു പക്ഷേ ഇതിനോടകം അവൻ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചിന്തിച്ച ആ സുഹൃത്ത് തിരികെ നടന്നു. എന്നിട്ട് താഴെ കാത്തു നിൽക്കുന്ന മറ്റുള്ളവരുടെ അടുത്തെത്തി. എന്നിട്ട് അവർ ഒരുമിച്ച് താഴേക്ക് നടന്ന് കാറിൻ്റെ അടുത്ത് വന്നു. അവിടെ ലീയെ കാണുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ അവൻ അവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. ആ കൂട്ടുകാർക്ക് മനസ്സിലായി, തങ്ങളിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്. ലീക്ക് വഴി തെറ്റിയതല്ല പ്രശ്നം, അവൻ ഇപ്പോഴും ആ മലയിൽ എവിടെയോ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് അവർക്ക് അവനെയും തിരഞ്ഞ് മുകളിലേക്ക് പോകുവാനും കഴിയില്ല. അതുകൊണ്ട് അവർ വേഗം കാറിൽ കയറി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ലീക്ക് വേണ്ടി വലിയൊരു തെരച്ചിലാണ് ആരംഭിച്ചത്. പിന്നീട് വന്ന ഒരാഴ്ചയോളം ആളുകൾ ആ മല അരിച്ചു പെറുക്കി. പക്ഷെ അവനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവസാനം ഒരാഴ്ചത്തെ തെരച്ചിലിനൊടുവിൽ പോലീസും അത് അവസാനിപ്പിച്ചു. ലീയുടെ കുടുംബവും സുഹൃത്തുക്കളും വലിയൊരു ചോദ്യചിഹ്നത്തിന് മുൻപിലായി. ലീക്ക് എന്തു സംഭവിച്ചു? അവൻ എവിടേക്ക് പോയി? അവൻ മരിച്ചുവെന്ന് അറിയുന്നതിനേക്കാളും വളരെ മോശമായിരുന്നു ഈ ഉത്തരമില്ലായ്മ. അവൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കണോ, അതോ അവൻ ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണോ? എന്തു ചെയ്യണം? അവർക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. എന്തായാലും ലീയുടെ കൂട്ടുകാരും കുടുംബവും രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. അവർ പ്രതീക്ഷ കൈവിട്ടില്ല. ആഴ്ചകൾ മാസങ്ങളായി മാറി. ഒടുവിൽ 4 മാസങ്ങൾക്ക് ശേഷം അതേ മലയിൽ ഹൈക്കിങ്ങിന് വന്ന മറ്റു ചില ഹൈക്കർമാർ പ്രധാന വഴിയിൽ നിന്നും മാറി പുതിയൊരു വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ വളരെ അവിചാരിതമായിട്ട് ലീയുടെ ജനം കണ്ടെത്തി. ലീയുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും അത് വലിയൊരു ആഘാതമായിരുന്നു. ലീക്ക് എന്താണെന്ന് സംഭവിച്ചത്? ഒരു ഉത്തരം അവർക്ക് വേണമായിരുന്നു. ലീയുടെ മരണകാരണം അന്വേഷിച്ച പോലീസ് ആവട്ടെ ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയത്. ഒന്നാമതായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായ മരണകാരണം കണ്ടെത്തുവാനായില്ല. എന്താണ് അവനെ കൊന്നത് എന്നതിന് വ്യക്തമായ ഉത്തരമില്ല. രണ്ടാമത്തെ കാരണം മൃതദേഹം കണ്ടെത്തിയ രീതിയാണ്. അതും ഈ കേസിനെ കൂടുതൽ ദുരൂഹമാക്കി. അവൻ മലയിൽ വെറുതെ അങ്ങ് ചാരിയിരിക്കുകയായിരുന്നു. ലീയുടെ ബാഗ് തൊട്ടടുത്തുണ്ടായിരുന്നു. അവൻ അവിടേക്ക് വന്ന് വെറുതെ ഇരിക്കുകയും അവിടെ വെച്ച് അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് തോന്നിയത്. വ്യക്തമായിട്ടുള്ള മരണകാരണമില്ല. ശരീരത്തിൽ യാതൊരു മുറിവുമില്ല. ഉയരത്തിൽ നിന്നും വീണതിൻ്റെ ലക്ഷണവുമില്ല. അവൻ പർവ്വതത്തിലെ ഒരു സ്ഥലത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ചുമ്മാ അങ്ങ് മരിച്ചു. അത്രമാത്രം. ലീ പരിചയസമ്പന്നനായിട്ടുള്ള ഹൈക്കറായിരുന്നു. കുറച്ചു കാലത്തേക്ക് ജീവിക്കുവാനുള്ള സാധനങ്ങളും അവൻ്റെ ബാഗിലുണ്ടായിരുന്നു. അവൻ്റെ ബാഗിൽ ടോർച്ച് ഉണ്ടായിരുന്നു, കോമ്പസ് ഉണ്ടായിരുന്നു. താഴെ പാർക്ക് ചെയ്ത കാറിലേക്ക് പോകുവാനുള്ള വഴിയും അവനറിയാം. പിന്നെ എങ്ങനെയാണ് യാതൊരു പരിക്കുമില്ലാതെ അവൻ മറ്റൊരു സ്ഥലത്ത് എത്തി അവിടെ ഇരുന്ന് ചുമ്മാ അങ്ങ് മരിച്ചത്? ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല. എന്നാൽ ഈ കഥയെ ആകെപ്പാടെ മാറ്റിമറിച്ച മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം കൂടി പിന്നീട് സംഭവിച്ചു. ആ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരുടെയും ഫോട്ടോ എടുത്ത ആ സുഹൃത്ത് ലീയുടെ ജഡം കണ്ടെത്തിയ ശേഷമാണ് ആ ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്തത്. ഫോട്ടോകൾ പരിശോധിച്ചപ്പോൾ താൻ കണ്ട കാര്യം അവന് വിശ്വസിക്കുവാനായില്ല. നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഫോട്ടോയാണ്. ലീ മലയുടെ മുകളിൽ ഏറ്റവും ദുർഘടമായ ഭാഗത്ത് വെച്ച് ആ കയറിൽ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണിത്. ഇത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണാം. ആ ഭാഗത്തിനും മുകളിലായിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അയാൾ ലീയെയും സുഹൃത്തുക്കളെയും നോക്കുന്നത് ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ഓർക്കുക, ആ മലയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ മറ്റാരെയും അവിടെ കണ്ടിരുന്നില്ല.
ചുവന്ന ജാക്കറ്റ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ പോലെ തോന്നിക്കുന്ന ആ രൂപത്തെ അവരാരും തീർച്ചയായിട്ടും കണ്ടിട്ടില്ല. അതുപോലെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർക്ക് തൊട്ടുമുകളിൽ അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരവളെ കാണുകയും അവളോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ ലീയുടെ ഫോട്ടോയിൽ മാത്രമാണ് ഈ പെൺകുട്ടി ഉള്ളത്. മറ്റാരുടെ ഫോട്ടോകളിലൊന്നും അവളില്ല. ഈ കഥയെ കൂടുതൽ വിചിത്രമാക്കുന്നത് ആ മലയെക്കുറിച്ചുള്ളൊരു വിശ്വാസമാണ്. ആ മലയിൽ ചില ആത്മാക്കളുണ്ടെന്നും അവ ഹൈക്കർമാരെ വഴിതെറ്റിച്ച് കൊണ്ടുപോയിട്ട് കൊല്ലുമെന്നും പറയപ്പെടുന്നു. ആ കഥകൾ ശരിയാണെന്ന് തോന്നും വിധമാണ് ഇവിടെ സംഭവിച്ചത്. ലീക്ക് വഴിതെറ്റിയിരിക്കുന്നു. ചുവന്ന വസ്ത്രം ധരിച്ച ആ പെൺകുട്ടി അവനെ നോക്കി നിൽക്കുന്ന ചിത്രം പകർത്തി കുറച്ച് സമയത്തിന് ശേഷം അവനെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. തായ്വാനിലെ നാടോടി കഥകളിൽ മോലിന്ന എന്നു പേരുള്ള ഒരു ദുരാത്മാവുണ്ട്. പർവ്വതങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ വഴിതെറ്റിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന ചുവന്ന വസ്ത്രധാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണിത്. 1998 തായ്വാനിലെ തായ്ചുങ് കൗണ്ടിയിലെ ഒരു കുടുംബമെടുത്ത വീഡിയോയിലും സമാനമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതോടെ ഈ നിഗൂഢത വലിയ വാർത്തയായി. ലീയുടെ മരണം ഇന്നും ആ മലനിരകളിലെ ഭയപ്പെടുത്തുന്ന ഒന്നായിട്ട് തുടരുന്നു. ആ ഫോട്ടോയിലെ ചുവന്ന രൂപം ഇന്നും ലോകമെമ്പാടുമുള്ള പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാരുടെ ഇടയിൽ ഒരു സമസ്യയാണ്. ഈ സംഭവത്തിന് ശേഷം തായ്വാനിൽ ദി ഗേൾ ഇൻ ദി റെഡ് എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങി. വനദേവതയായ മോലിൻ മനുഷ്യരെ വശീകരിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് പുരാതന ചൈനീസ് ലിഖിതങ്ങളിലും പരാമർശങ്ങൾ കാണാം. ഇതുപോലെ ചില കഥകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്നവരെ കണ്ണു ചുറ്റിച്ചു കൊണ്ടുപോകുന്ന ദുരാത്മാക്കളുടെ കഥകൾ നിങ്ങളും ചിലത് കേട്ടിരിക്കാം. എന്നാൽ ഫോട്ടോ സഹിതം എവിഡൻസ് ഉള്ള ഒരു കഥ അതിതാണ്. സ്റ്റോറി നമ്പർ 2, അയാഹുസ്ക മർഡർ. ആത്മീയമായിട്ടുള്ള ഉണർവും തേടി മനുഷ്യർ നടത്തുന്ന പരീക്ഷണങ്ങൾ ചിലപ്പോൾ സ്വന്തം ജീവനും അതുപോലെ മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കാറുണ്ട്. 2024 ഓഗസ്റ്റ് മാസത്തിൽ പെറുവിലെ ആമസോൺ മഴക്കാടുകളിൽ നടന്ന ഈ സംഭവം അത്തരത്തിലുള്ള ഒന്നാണ്. ലുഡ്മില ലസാരങ്കോ എന്ന 48 വയസ്സുകാരിയായ റഷ്യൻ യുവതിയും അവളുടെ സുഹൃത്ത് ഇവാൻ കുസ്മിനും ആമസോണിലെ ഒരു റിട്രീറ്റ് സെന്ററിൽ എത്തിയത് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ്. അവിടെ അയാഹുസ്ക എന്ന് വിളിക്കുന്നൊരു പാനീയമുണ്ട്. ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന അയാഹുസ്ക എന്ന ഈ പാനീയം കുടിച്ച് നടത്തുന്ന ധ്യാനങ്ങൾ ലോകപ്രശസ്തമാണ്. ബാൻസ്റ്റീരിയോപ്സിസ് കോഫി എന്ന വള്ളിച്ചെടിയും സൈക്കോട്രിയ വിരിഡിസ് എന്ന ചെടിയുടെ ഇലകളും ചേർത്താണ് ഈ കഷായം നിർമ്മിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന DMT എന്ന രാസവസ്തു മനുഷ്യന്റെ തലച്ചോറിൽ വലിയ ഹാലുസിനേഷനുകൾ ഉണ്ടാക്കുന്നു. ഇത് കുടിക്കുന്നവർക്ക് തങ്ങളുടെ ആത്മാവിനെക്കുറിച്ചും അതുപോലെ പ്രപഞ്ചത്തെക്കുറിച്ചും വിചിത്രമായിട്ടുള്ള ചില വെളിപാടുകൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. കഞ്ചാവിന്റെ വേറൊരു ഡിപ്പാർട്ട്മെന്റ്, അത്രയും വിചാരിച്ചാൽ മതി. 2024 ഓഗസ്റ്റ് 8 രാവിലെ സമയം ലുഡ്മില ലസാരങ്കോ എന്ന 48 വയസ്സുള്ള റഷ്യൻ വനിത പെറുവിലെ ആമസോൺ മഴക്കാടുകൾക്കുള്ളിൽ ഒരു ബംഗ്ലാവിന്റെ തറയിൽ ഇരിക്കുകയായിരുന്നു. ആ ബംഗ്ലാവ് വളരെ ചെറുതും അവിടേക്ക് ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് വരുന്നവർക്ക് ഉറങ്ങുവാനും മാത്രമുള്ളതാണ്. ഇതൊരു കോമൺ കിച്ചണുമായിട്ടും അതുപോലെ ഡൈനിങ് റൂമുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു. ലുഡ്മില കണ്ണുകളും അടച്ച് കാലുകളും പിണച്ചു വെച്ച് ബംഗ്ലാവിന്റെ തറയിലിരുന്ന് ധ്യാനിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ പുറത്ത് മഴക്കാടുകളിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങളും അതുപോലെ അടുക്കളയിൽ തന്റെ സുഹൃത്തായിട്ടുള്ള ഇവാൻ കുസ്മിൻ ചെയ്യുന്ന ശബ്ദവും കാരണം അവൾക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒടുവിൽ ലുഡ്മില ധ്യാനവും ഉപേക്ഷിച്ച് കണ്ണും തുറന്ന് അടുക്കളയിലേക്ക് നോക്കി. 38 വയസ്സുള്ള യുക്രൈൻകാരനായ തന്റെ സുഹൃത്ത് അവിടെ ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ലുഡ്മിലയും ഇവാനും വെറും സുഹൃത്തുക്കൾ മാത്രമാണ്. ലുഡ്മില വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. അവളും ഇവാനും ലോകം എമ്പാടുമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു റിട്രീറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ആമസോൺ മഴക്കാടുകളിൽ എത്തിയത്. പ്രകൃതിയിൽ ഇരുന്ന് ധ്യാനിക്കുവാനും ആത്മപരിശോധന നടത്തുവാനും വേണ്ടിയാണ് അവരവിടേക്ക് വന്നത്. ലുഡ്മിലയും ഇവാനും കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്തരം റിട്രീറ്റുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്. ഇരുവർക്കും ഒരേ താല്പര്യങ്ങളുമായിരുന്നു. എന്നാൽ അവരെ ഈ മഴക്കാടുകളിലേക്ക് ആകർഷിച്ച പ്രധാന കാര്യം മറ്റൊന്നായിരുന്നു. വെറുതെ പ്രകൃതിയിൽ ഇരിക്കുവാൻ മാത്രമല്ല അവർ ഇവിടേക്ക് വന്നത്. ലോകപ്രശസ്തമായ അയാഹുസ്ക റിട്രീറ്റുകളിൽ പങ്കെടുക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെ വെച്ച് അവർ ഈ ചായ കുടിക്കുകയും ഒരു പ്രത്യേകതരം ധ്യാന പ്രക്രിയയിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഇത് ആത്മീയമായിട്ടുള്ളൊരു യാത്രയാണെന്നും ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് സഹായിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. ലുഡ്മില നാട്ടിൽ വളരെ തിരക്കുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. അതുകൊണ്ട് ഇത്തരം റിട്രീറ്റുകൾ അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ജീവിതത്തിലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അതുപോലെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള അവസരമായിട്ട് അവൾ ഇതിനെ കണ്ടു. ഇവാനും സമാനമായിട്ടുള്ള കാരണങ്ങളാലാണ് ഇവിടേക്ക് വന്നത്. അന്ന് അവർ മഴക്കാട്ടിലെ ആ ബംഗ്ലാവിൽ വെച്ച് സ്വന്തമായിട്ട് അയാഹുസ്ക ചായ ഉണ്ടാക്കി കുടിക്കുവാനും ധ്യാനിക്കുവാനും തയ്യാറെടുത്തു. അതിൻ്റെ അർത്ഥം അവർ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം ലംഘിക്കുവാനായിട്ട് പോകുന്നു എന്നാണ്. ഈ റിട്രീറ്റ് നടത്തുന്നയാൾ എല്ലാവരോടും വളരെ കർശനമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ എത്ര തവണ മുൻപ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഷാമന്റെ, അതായത് ആചാര്യന്റെ മേൽനോട്ടത്തിലല്ലാതെ സ്വന്തമായിട്ട് അയാഹുസ്ക കുടിക്കരുത്. നിങ്ങളെ മുൻപോട്ട് നയിക്കുവാനായിട്ട് എപ്പോഴും അറിവുള്ള ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം.
ഈ പ്രവൃത്തി തനിയെ ചെയ്താൽ എന്തു സംഭവിക്കുമെന്ന് ആർക്കും പറയുവാനായിട്ട് കഴിയില്ല. ഈ നിയമം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ ലുഡ്മിലയും ഇവാനും ചിന്തിച്ചത് മറിച്ചാണ്. ഞങ്ങൾക്കിതെല്ലാം നന്നായിട്ട് അറിയാം. മുൻപ് തങ്ങൾ ഒരുപാട് തവണ ഇത് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ഇത്തവണ സ്വയം ചായ ഉണ്ടാക്കി കുടിക്കാം. ആരും ഒന്നും അറിയില്ല. ഒരു ഷാമന്റെ സഹായം ആവശ്യമില്ല. അങ്ങനെയാണ് ഇവാൻ അടുക്കളയിൽ അയാഹുസ്ക ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങിയത്. അവസാനം 2 കപ്പുകളിലായിട്ട് ചായയും എടുത്തുകൊണ്ടവൻ ലുഡ്മിലയുടെ അടുത്തേക്ക് വന്നു. ഇരുവരും ചായ കുടിച്ചു. തറയിൽ കിടന്ന് ധ്യാനിക്കുവാനായിട്ട് കണ്ണുകൾ അടച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഒരു സംഭവമുണ്ടായി. ഈ റിട്രീറ്റിന്റെ ഡയറക്ടർ അടുത്തെവിടെയോ മറ്റൊരു ഗ്രൂപ്പിന്റെ ധ്യാനം നയിക്കുകയായിരുന്നു. അപ്പോൾ ബംഗ്ലാവിന്റെ ഈ ഭാഗത്തു നിന്നും ഉച്ചത്തിലുള്ളൊരു നിലവിളി അയാൾ കേട്ടു. അയാൾ ഓടി അവിടേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. തൻ്റെ സ്റ്റാഫ് അംഗങ്ങളിൽ ഒരുവൾ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്നു. അവളായിരുന്നു ഉച്ചത്തിൽ നിലവിളിച്ചത്. ഡയറക്ടർ ഓടി വന്ന് ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് നോക്കി. ഉടൻ തന്നെ അദ്ദേഹത്തിന് 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഇവാനും ലുഡ്മിലയും നിയമം ലംഘിച്ച് ഷാമന്റെ സാന്നിധ്യമില്ലാതെ അയാഹുസ്ക കഴിച്ചിരിക്കുന്നു. 2, അവരതിന് വലിയ വിലയും നൽകേണ്ടി വന്നു. അയാഹുസ്ക വെറും ഒരു ഹെർബൽ ടീ അല്ല, അത് ശക്തമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാക്കുന്ന ലഹരി വസ്തു കൂടിയാണ്. ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുവാൻ വേണ്ടിയാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ അയാഹുസ്ക കഴിക്കുമ്പോൾ മറ്റു ചില ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അത് അവരെ ഒരു ബാഡ് ട്രിപ്പിലൂടെ കടത്തിവിടും. ആ സമയത്ത് യാഥാർത്ഥ്യം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പേടി സ്വപ്നം പോലെ അവർക്കത് തോന്നും. തനിക്കോ മറ്റുള്ളവർക്കോ എന്തോ വലിയ അപകടം വരുവാനായിട്ട് പോകുന്നു എന്ന് വരെ തോന്നിയേക്കാം. ഇത്തരം വിഭ്രാന്തികളിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഒരു ഷാമൻ എപ്പോഴും കൂടെ വേണമെന്ന് പറയുന്നത്. എന്നാൽ ഇവാനും ലുഡ്മിലയും ഇത് ചെയ്തപ്പോൾ അവരുടെ അടുത്ത് ഷാമൻ ഉണ്ടായിരുന്നില്ല. ലുഡ്മിലയ്ക്ക് ചായ കുടിച്ചതിന് ശേഷം യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ ഇവാൻ അതൊരു ബാഡ് ട്രിപ്പാണ് നൽകിയത്. ലുഡ്മിലയെ ഒരു കൂട്ടം ദുരാത്മാക്കൾ ബാധിച്ചുവെന്നും അത് അവളെ ആക്രമിക്കുകയാണെന്നും എന്ത് വില കൊടുത്തും അവളുടെ ആത്മാവിനെ രക്ഷിക്കണമെന്നും അവന് തോന്നി. അവളെ രക്ഷിക്കുവാനായിട്ട് അവൻ ചെയ്ത കാര്യം ഇതാണ്. ഒരു മെറ്റൽ ബോട്ടിലെടുത്ത് അവളെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്നിട്ട് അടുക്കളയിൽ നിന്നും ഭാരമുള്ളൊരു കത്തിയെടുത്ത് അവളെ തുണ്ടായിട്ട് വെട്ടിമുറിച്ചു. സ്റ്റാഫ് അംഗം നോക്കുമ്പോൾ ഇവാൻ ചിരിച്ചുകൊണ്ടൊരു ഭ്രാന്തനെ പോലെ അവളെ നോക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ലുഡ്മിലയുടെ ശരീരഭാഗങ്ങൾ നിലത്തെ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം എടുത്ത ഇവാന്റെ ഫോട്ടോ പരിശോധിച്ചാൽ ലുഡ്മിലയുടെ ശരീരഭാഗങ്ങളിൽ നിന്നും കുറച്ച് അകലെയായിട്ട് അവൻ തറയിലിരിക്കുന്നത് കാണാം. അവൻ അപ്പോഴും ലഹരിയിലായിരുന്നു. ലഹരി ഇറങ്ങിയപ്പോൾ ഇവാൻ താൻ ചെയ്തത് ഏറ്റു പറഞ്ഞു. കൊലപാതകത്തിന് അറസ്റ്റിലായ അവൻ ഇപ്പോൾ പെറുവിലെ ജയിലിലാണ്. പെറുവിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ 50-ലധികം വിദേശികളാണ് ഇത്തരം അയാഹുസ്ക റിട്രീറ്റുകൾക്കിടയിൽ മരിക്കുകയോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെടുകയോ ചെയ്തത്. മാനസികാരോഗ്യം കുറഞ്ഞവർ ഇത് ഉപയോഗിക്കുന്നത് ആത്മഹത്യാപരമായിട്ടുള്ള നീക്കമാണെന്ന് സൈക്കോളജിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു. 3-ാമത്തെ കഥ, ഓടിക്കൂ ഇടി വരുന്നേ. ആയിരത്തി 1975 ഓഗസ്റ്റ് 20 വൈകുന്നേരം, സമയം 4 മണി ആയിട്ടുണ്ട്. മൈക്കൽ മക്കുലൻ എന്ന 18 വയസ്സുകാരൻ കാലിഫോർണിയയിലെ സൊക്കയ നാഷണൽ പാർക്കിലെ മൊറോ റോക്ക് എന്ന പേരുള്ള ഒരു വലിയ ഗ്രാനൈറ്റ് പാറയിലേക്ക് കയറുകയായിരുന്നു. മൈക്കലിന്റെ 12 വയസ്സുള്ള സഹോദരൻ ഷോണും 15 വയസ്സുള്ള സഹോദരൻ മേരിയും അവന്റെ ഒപ്പം ആ സമയത്തുണ്ടായിരുന്നു. എന്നാൽ അവർ ക്ഷീണം കാരണം മൈക്കലിനെ അപേക്ഷിച്ച് വളരെ പിന്നിലായിരുന്നു. മൊറോ റോക്കിന്റെ ഉച്ചിയിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുവാനായിട്ട് 1/4 മൈൽ ദൂരം മാത്രമാണ് ബാക്കിയുള്ളൂ. എങ്കിലും അത് വളരെ കുത്തനെയുള്ളതാണ്. 18 വയസ്സേ ഉള്ളുവെങ്കിലും മൈക്കൽ അത്യാവശ്യം പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ക്ലൈംബർ ആയിരുന്നു. പക്ഷേ തൻ്റെ സഹോദരങ്ങൾ അങ്ങനെയല്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവൻ അവർക്ക് വേണ്ടി കാത്തിരുന്നു. ഇതിൻ്റെ ഇടയിൽ ആകാശം ഇരുണ്ടു വരുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ കാലാവസ്ഥയെ നിരീക്ഷിച്ചു. കൊടുങ്കാറ്റിന് വലിയ സാധ്യതയില്ല, എന്നാൽ എന്തോ ഒന്ന് വരുന്നുണ്ടെന്ന് അവന് തോന്നി. വൈകാതെ നല്ല ഇരുട്ടും അതോടൊപ്പം കാറ്റും അവിടേക്ക് വന്നു. ഒടുവിൽ സഹോദരങ്ങൾ അവൻ്റെ അടുത്തെത്തി. നിമിഷങ്ങൾക്കകം അവർ മലയുടെ ഉച്ചിയിൽ ഒരുമിച്ചെത്തി. അവിടെ നിന്നുമുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു. എന്നാൽ മോശം കാലാവസ്ഥ തൊട്ടു പിന്നാലെ വരുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് ആകാശം കൂരിരുട്ടായി. തിരിച്ചു പോകും മുൻപ് ഒരു ഫോട്ടോ എടുക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് മേരിയാണ് സഹോദരന്മാരുടെ ഫോട്ടോ എടുത്തത്. ഫോട്ടോ എടുത്ത ശേഷം ക്യാമറയും എടുത്തുകൊണ്ട് ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവർക്ക് ചുറ്റും ഒരു വെളിച്ചം നിറഞ്ഞു. വലിയൊരു പൊട്ടിത്തെറി ശബ്ദവും കേട്ടു. അതോടൊപ്പം മൈക്കിൾ തറയിലേക്ക് തെറിച്ചു വീണു. നോക്കുമ്പോൾ തൻ്റെ സഹോദരങ്ങളും തറയിൽ കിടക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. ഷോണിൻ്റെ മുതുകിൽ നിന്നും പുക ഉയരുന്നത് അവൻ കണ്ടു. അവന് മിന്നലേറ്റുവെന്ന് മൈക്കിളിന് മനസ്സിലായി. മൈക്കിളിനും മേരിക്കും എങ്ങനെയോ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ ഷോൺ പുകയുന്ന ശരീരവുമായിട്ട് അപ്പോഴും തറയിൽ കിടക്കുകയാണ്. അവനെ വാരിയെടുത്ത് സഹോദരങ്ങൾ വേഗത്തിൽ താഴേക്കിറങ്ങി. എന്നിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരമായിട്ട് മിന്നലേറ്റെങ്കിലും അത്ഭുതകരമായിട്ട് ഷോൺ രക്ഷപ്പെട്ടു. അവർ 3 പേരും ആ സംഭവത്തെ അതിജീവിച്ചു എന്ന് പറയാം. എന്നാൽ നമ്മൾ ഈ കഥ ഇപ്പോഴും പറയുന്നത് അവർ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ടല്ല. മേരി അന്നെടുത്ത ആ ഫോട്ടോ കാരണമാണ്. ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നതും.
ഈ ഫോട്ടോയിൽ രണ്ട് സഹോദരന്മാരുടെയും മുടി എല്ലാ വശത്തേക്കും എഴുന്നേറ്റ് നിൽക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം. തങ്ങളുടെ മുടി എഴുന്നേറ്റ് നിൽക്കുന്നത് അവർ അന്നേ ശ്രദ്ധിച്ചിരുന്നു. അതൊരു തമാശയാണെന്നാണ് അവരാദ്യം വിചാരിച്ചത്. അതുകൊണ്ടാണ് അവർ ഫോട്ടോയിൽ ചിരിച്ച മുഖത്തോടെ പോസ്റ്റ് ചെയ്തത്. എന്നാൽ അവർക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു. മിന്നൽ ഏൽക്കുന്നതിന് തൊട്ടു മുൻപ് നടക്കുന്ന ഭയാനകമായിട്ടുള്ള ഒരു ശാസ്ത്രീയ പ്രതിഭാസമായിരുന്നു അതിന് പിന്നിൽ. പർവ്വതത്തിൻ്റെ ഉച്ചി പോലെയുള്ള തുറസായ സ്ഥലങ്ങളിൽ വെച്ച് മിന്നലടിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് ചുറ്റുമുള്ള വായുവിൽ വൈദ്യുതി ചാർജ് കൂടുകയും നിങ്ങളുടെ മുടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും. ഹൈക്കിങ്ങിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നാഷണൽ പാർക്ക് സർവീസ് ഇപ്പോൾ ഈ ഫോട്ടോ ഒരു മുന്നറിയിപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മലയുടെ മുകളിൽ വെച്ച് പെട്ടെന്ന് നിങ്ങളുടെ മുടിയും മറ്റും ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് തുടങ്ങിയാൽ നിങ്ങൾ ഉടൻ തന്നെ അവിടെ നിന്നും എത്രയും വേഗം ഓടി രക്ഷപ്പെടണം. ഓടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, ബാക്കി കാര്യം ഇടി നോക്കിക്കോളും. എന്തായാലും നാഷണൽ ജിയോഗ്രാഫിക് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് മിന്നൽ ഏൽക്കുന്നവരിൽ 90% പേരും രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് പിന്നീട് ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. മക്കുല്ലൻ പ്രദേശത്തിന്റെ കഥ ഇന്നും ഫിസിക്സ് പാഠപുസ്തകങ്ങളിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഉദാഹരണമായിട്ട് പഠിപ്പിക്കപ്പെടുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ്, ഷെയർ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യണം. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം.